ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയായി. വൈകുന്നേരം എത്ര മണിയായി? 6 മണിയായി. മോർണിംഗ് ടൈമിൽ ബബ്ബ കാണാൻ പോയി. അതിന്റെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പൊ ഇനിയിപ്പം എന്താ അവിടെ പൂച്ച ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇനിയിപ്പം നമ്മൾ കാർത്തിയും ടീമുകളെയും കാണാൻ പോവുകയാണ്. നീ വിളിച്ചായിരുന്നോ അവനെ? അപ്പൊ അവനെ വിളിച്ചിട്ട് അവൻ ഫ്രീ ആവണം എപ്പോഴാന്ന് നോക്കട്ടെ ഗൈസ്. എന്നിട്ട് 7 മണി 8 മണിയൊക്കെ 10 മണി. അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ പോയിട്ട് അത് പറഞ്ഞോളാം, വിളിക്കണം എല്ലാരെയും. നീയല്ലേ നത്തിങ്ങിന്റെ അവിടെ പോകണം തന്നെ. എന്തോ നത്തിങ്ങിന്റെ ഷോറൂമിൽ പോകണം ഗൈസ്. നമ്മൾ ലെറ്റ് സീ അവർക്ക് കൊടുക്കാനുള്ള അത് ലൂഫിയല്ലേ പോപ്പാർട്ടാ ഫങ് പോപ്പാ ന്യൂ ബാലൻസ്. അവിടെയും ന്യൂ ബാലൻസ് ഇവിടെയും. ഈ സാധനം ഇവിടെ ഇല്ല, ലുലുവിലില്ല. ഞാൻ നോക്കി ഗൈസ്, കിട്ടിയില്ല. അതാണ് ഞാൻ കുറച്ച് ഇത്തിരി ഫങ്കി ആയിട്ടുള്ള ഷൂസ് എടുത്തു. അപ്പൊ ലെറ്റ് സീ ഗൈസ്, നമ്മൾ പോയി ആരൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കട്ടെ. കാർത്തിയും വർഷയും എനിക്ക് തോന്നുന്നു അവന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. യാസർ കഫിക്കാനെ കാണൂന്നൊക്കെ പറഞ്ഞ് അവന്റെ കാറിന് എന്തോ സീനുണ്ട്, ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നോക്കട്ടെ ഗൈസ്, അവനെ വിളിച്ചോട്ടെ. ക്രിസ്മസ് സ്പിരിറ്റ് കഫിക്കാനെ പോയി. അങ്ങനെ ഗൈസ്, നമ്മൾ വീണ്ടും കഫിക്കാനയിൽ വന്നിരിക്കുകയാണ്. കാർത്തി ഫ്രീ ആവുന്നവരെ ഒരു കാപ്പിയെ കുറിച്ച് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ. V60 പുതിയ അവരുടെ എന്തെങ്കിലും കോഫി ഓർഡർ ചെയ്യട്ടെ. ക്രിസ്മസ് ഓൾമോസ്റ്റ് എത്താറായി. നമ്മൾ കഫിക്കാനയിലാണ് വന്നത്. ഇവിടെ നല്ല അടിപൊളി ഡെക്കറേഷൻസ് ആട്ടോ, നല്ല ലൈറ്റൊക്കെ ഇട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. പോളി അല്ല, എനിക്ക് ഇങ്ങനത്തെ വൈബ് സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ താടിക്ക് കൈ വെച്ചിരിക്കണൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ. സാന്റാക്ലോസിന്റെ ലെറ്റർ ഒക്കെ വേണമെങ്കിൽ ഇടാം. ആർക്കെങ്കിലും ലെറ്റർ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറയുന്നു. എനിക്ക് എന്താണ് കിട്ടിയെന്ന് സാന്റാക്ലോസിന്റെ പുതിയ നത്തിങ്. ക്രിസ്മസിന് മുമ്പേ ഗിഫ്റ്റ് കിട്ടി ഗൈസ്. ഇത് ആകെ 1000 എണ്ണം മാത്രമേ ഉള്ളൂ ഇറങ്ങിയിട്ടുള്ളത്. സ്പെഷ്യൽ എഡിഷൻ ആണ് നത്തിങ്ങിന്റെ. പക്ഷെ എനിക്ക് കിട്ടിയല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. അത് എവന് കിട്ടിയതാണ്. എന്നാ ഇത് 1000 എണ്ണല്ലേ ഉള്ളൂ. ഓൺലി 1000 പീസ് ഗൈസ്. സോ അൻസീൻ. അപ്പൊ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ. ബൈ ഗൈസ്. മാജിക് ആണ് പുള്ളി കിട്ടില്ല. മാജിക് ഞാൻ ചീട്ട് കളിക്കാറില്ല. Imagine you open this deck and take the cards out. Box side, shuffle the cards. Go through the cards. As you go through, this is very important. You shouldn't choose the card. The card should choose you. So spread the ring. Imagine നോക്കുന്ന സമയത്ത് one card will grab your attention. Take that card out, look at it, turn it the other way around, put it back inside the deck. Remember what that card is. മറക്കരുത്. Okay? Put it back inside the box. Keep the box back here. Did you imagine doing all this? Open it. For the very first time, what was the card that you turned around in your mind? ഞാൻ ആലോചിച്ചത് അത് മറ്റേ Ace of Hearts. നമുക്ക് ചില സമയത്ത് ലൈഫിൽ തോന്നും what if we had done things differently. അങ്ങനെ പിന്നെ തോന്നാണ്ടിരിക്കാൻ വേണ്ടി ചോദിക്കുക. If you want Ace of Hearts മാറ്റി, you can choose a completely different card. Okay. You can change. ഇപ്പം. Yes. If you want, you can change again. Okay. Whenever you're happy, tell me what the card is. It will be definitely King of Hearts. King of Hearts. King of Hearts തന്നെ മതിയോ അതോ മാറ്റി? അത് King of Hearts. അല്ല, എനിക്ക് Ace of Hearts മതി. Ace of Hearts. Sure. I don't know how this happens, but see, as I spread through, do you see that there is just one card that is face up in the entire deck? You might take that card out. If that card is the Ace of Hearts, we have a miracle. ഓ മൈ ഗോഡ്, ഞാൻ ഇതന്ന് ചോദിച്ചേനാ, അന്നും ആൻസർ കിട്ടിയില്ല. സീനല്ലേ? Dude, that's fucking crazy, bro. ലെവൽ. Oh damn. ഓ അത് പൊളിച്ച്. ജോബ് ബ്രോ, ഗുഡ് ജോബ് ബ്രോ. ടാലന്റഡ് ആണ്. ലാസ്റ്റ് ടൈം ഞാൻ കണ്ടായിരുന്നു, അന്ന് പക്ഷെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതേപോലത്തെ ടാലന്റഡ് ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. Your clubs and your Spades. I'll throw the clubs away. Yeah. Now all the spades are here. അതില് picture cards 3 number ഇവിടെ, number cards ബാക്കിയുള്ള ഇവിടെ. Number cards. I'll throw the picture Okay. cards. All the number cards are here. Yes. അതിന്ന് പറയുന്നത് reach and grab one, look at it. Yes. For the theatrics, just do it. Okay. Okay. Show it to the camera. Hey, what is that card? 8 of spades. Again, do you want to change? No. 8 of spades. What is the 8 of spades is here? ഇല്ല. That will be so cool, no? Yeah. I know, man. What if? This was the previous card. So if you see, what was the card? 8 of spades. 8 of spades. If you see, do you see the 8 of spades? No. Do you see the 8 of spades? Do you see that there is? This was the previous card. Recently, but other than this, all the cards will be like that. Do you mind taking that out? Huh? Yeah.
എന്റെ അമ്മോ കൊള്ളാം കൊള്ളാം. Nice. ഇത് അന്ന് എടുത്തില്ലായിരുന്നു അന്ന്. ആ അല്ല അന്ന് ഞാൻ പിന്നെ I told him I'm just Why? because alone I wanted both his hands. Crazy, man. എന്റെ കൈ രണ്ടും വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ Because Oh yeah, man. Once again, nice meeting. ഈശ്വർ. ഈശ്വർ. നിങ്ങൾ വന്നത് ട്രൈ ചെയ്യണം. സമയപ്പാ. അവനപ്പല്ല, ഇതാണ് നെഗ്രോണി. ഇതിനെക്കാട്ടി നല്ലതാണ് യൂസു. സോഡ. ആ ഫിസം എസ്പ്രസോ ഇതിലും സാധനം. ഇതിനെക്കാട്ടി നൈസാണ് മറ്റേ യൂസു. യൂസഫാ കൊള്ളാം എന്തിനാണെങ്കിലും. ഇത് നൈസ് സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം കേട്ടോ. എന്നാ പിന്നെ ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ മലയാളത്തിലല്ലേ പറഞ്ഞ കോൾഡ് ബ്രൂ പറയാനായിട്ട്. ഓട്ട് മിൽക്കും സോയ് മിൽക്കും ഒക്കെ കുടിക്കും. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ സാധനം ഗൈസ് ആര് വന്ന് കുടിച്ചാലും ഇഷ്ടപ്പെടും. നല്ല രസമാണ്, നല്ലൊരു ചെറിയ ഫ്ലേവർ ഉണ്ട്. അപ്പൊ കോഫിയുടെ മാത്രം ഒരു ഇതല്ല. പിന്നെ ഗൈസ് കോഫിക്കാനെന്ന് ഇറങ്ങി ഇനി നേരെ ടോണിയിൽ അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. കാർത്തിയൊക്കെ അവന്റെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവൻ നേരെ 4th സിനിമ കാണാൻ പോവുകയാണ്. സോ നമ്മൾ വിചാരിച്ചു ഇന്ന് പോയി റാമൻ കഴിക്കാം. എനിക്ക് അന്നത്തെ ആ റാമൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. സോ ഐ തോട്ട് ഐ ട്രൈ ദാറ്റ്. അപ്പം എവനും കഴിച്ചിട്ടില്ല. സോ വേറൊരു മുട്ട വിറ്റ് ഞാൻ പറയട്ടാ. എന്ത് അണ്ണ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴേ ഞാൻ അകത്തിരുന്ന് എന്തോക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇല്ല ആണ് ഗൈസ്, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ടോണിയുടെ കടയിലോട്ട് പോകാം. ഇതിലെടുക്കില്ലേ, തിരിച്ചെടു. ടോറി പൈത്ത ക്വാളിറ്റി ഇല്ല. അത് ഇത് 4K അല്ലേ ഉള്ളൂല്ല. ബാക്കി ടോണീസ് വെച്ച് കാണാം ഗൈസ്. ബൈ. വ്ളോഗാണ്. സനീയുടെ വ്ളോഗിലോട്ട് സ്വാഗതം. എല്ലാവരും നമ്മൾ ലിവൈസിൽ നമ്മൾ ഷോപ്പിങ്ങിന് വന്നപ്പോൾ കണ്ട പയ്യന്മാരാണ് എല്ലാവരും. കല്യാണ പയ്യനാണ് പുള്ളി. കല്യാണ പയ്യന്റെ അനിയൻ കസിൻ ഫ്രണ്ട് ഓസ്ട്രേലിയ കാനഡ, സൂൺ ടു ഓസ്ട്രേലിയ. വേറൊന്നും തന്നെ പുള്ളിയുടെ ഷൂസും ഇവരുടെ ഷൂസും സെയിം ആണ്. ഈ കളർ നോക്കി നടന്നിട്ടാണ് ഗൈസ് എനിക്ക് ഈ വെള്ളം കിട്ടിയത്. അപ്പൊ അത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അപ്പൊ ബ്രോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ വെഡിങ്. എന്തായാലും ഗുഡ് ലക്ക് ഗൈസ്. നമ്മൾ ഡ്രസ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഗൈസ് ഇതാണ് MG റോഡിലെ ഏറ്റവും വലിയ ലിവൈസിന്റെ ഷോറൂം. ഇവിടെ ഓഫർ അടുപ്പുണ്ട്, ബൈ 2 get 2 ഫ്രീ. അപ്പം 2 ജീൻസ് അങ്ങ് എടുത്ത് ഗൈസ്. നല്ല കളക്ഷനുമാണ്. അത്യാവശ്യം എല്ലാ ടൈപ്പ് ലിവൈസിന്റെ എല്ലാ ടൈപ്പ് ഫിറ്റും ഉണ്ട്. സോ വന്ന് ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. നമ്മളിവിടെ സ്ഥിരം വരുന്ന തന്നെ. ഞാൻ ഇടുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ലിവൈസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ജീൻസും ഷർട്ടും എല്ലാം ലിവൈസ് ആണ് മോസ്റ്റ്ലി. എനിക്ക് ആകുമ്പോൾ എനിക്ക് ആ ഒരു കറക്റ്റ് ഇതിന്റെ ഫിറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഇപ്പം 2 ജീൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ 2 എടുത്ത്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടോണിയുടെ അവിടെ പോവാണ്. അവിടെ കാർത്തി ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ട്. നമ്മള് അവനെ ധൃതി പിടിപ്പിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ കയറിയോണ്ട് ലേറ്റ് ആയി. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നേരെ ബില്ലടിക്കുന്നു, നേരെ അങ്ങോട്ട് പോകുന്നു. ബൈ ചെയ്യാം. ബൈ. നമ്മള് ഓടിച്ചാടി ഒന്ന് ടോണിയുടെ ഇടം വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. അവൻ അവിടെ എന്തായാലും ലേറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മള് ജസ്റ്റ് ഒന്ന് കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ അവന് സിനിമ കാണാം. ബൈ. Long time no see, my brother. മേശയൊക്കെ തള്ളിയിടല്ലേ സ്നേഹപ്രകടനത്തില്. നമ്മളെ മറന്നു കേട്ടാ. ഇപ്പൊ ഗൾഫിലെ ദുബൈക്കാരനെ കണ്ടപ്പോ നമ്മളെ മറന്നു ഗൈസ്. കയ്യില് മൈക്കാ. കയ്യില് ഇൻബിൽട്ട് മൈക്ക് എന്നാ. പുതിയ മൈക്കാ. ഒരെണ്ണം സംഭവിച്ചെന്ന് പറഞ്ഞോണ്ട് ഇനി അതും പറഞ്ഞോണ്ടിരിക്കും. വാഷിംഗ് മെഷീൻ മൈക്ക് ഇടും, കഴുകിയെടുക്കും, അവൻ പുതിയത് വാങ്ങിച്ചോണ്ട് വരും. ഇതൊരു കഷ്ടം നോക്കിയാണ്. ഒരു മൈക്ക് എന്തോ ജീവിതത്തിലൊരു മൈക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പറഞ്ഞേട്ടാ ഞാൻ തോന്നുന്നു എനിക്ക് മൈക്ക് എടുത്ത് വാഷിംഗ് മെഷീനിലാണ് പണിയുന്നത്. തന്നെ അതാ ഇതുണ്ടാവും. എടാ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് വ്ളോഗ് ചെയ്യിക്കണെന്ന് അറിയോ സനിബ്രോയെ കൊണ്ട്. എടാ ഇപ്പൊ ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ലേ, നീ തന്നെ പറ. ഇതാണ് അഡ്വാൻസ് ഓർഡർ വന്നു കഴിഞ്ഞില്ല, അതിന് മുമ്പേ സാധനം ഇറങ്ങി. ഇതെന്തായിരുന്നു? കോണ്ടംപുര കണ്ടിട്ട് കൊള്ളാം, നല്ല രസമുണ്ട്. നിനക്ക് തിന്നൂടല്ലേടാ? ഇതൊക്കെ നീ ദുബായിൽ എന്തുണ്ട് വിശേഷം? ഓക്കെ അവര് സംസാരിച്ചോട്ടെ, ഞാൻ വരാം. ഓക്കേടി. അങ്ങനെ ഗൈസ് ദുബായ്. ഓ മൈ ഗോഡ്. എടാ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയടാ എനിക്ക്. ഓ നോട്ട്ബുക്ക്, നോട്ട്ബുക്ക്. ഇത് ആക്ച്വലി നിനക്കാണ്. തൈലം. തൈലമാണോ? തൈലം അല്ലേ? ആ സ്പ്രേ. ആരും അവളുടെ വ്ളോഗിൽ കണ്ടിട്ടില്ലേ? ഓ വീട്ടിൽ. ഓ പൊളിച്ച് നമ്മള്
ഇത് തിന്നാൻ പറ്റൂലടാ. ഷുഗർ കട്ടിലായിരുന്നു ഞങ്ങളിപ്പോ. ഏരിയയിലുള്ള പിള്ളേർക്ക് കൊടുത്തോ? കൊടുക്കാം, അവർക്ക് ഷുഗർ കയറ്റാം. നോക്ക്, ഒരു ഉമ്മണിക്ക ലൂഫി. ഹായ്. നമുക്ക് ഇതാണ് ഗൈസ് ഇമ്പോർട്ടൻസ്. അവർക്ക് ലൂഫിയെങ്കിൽ നമുക്ക് കോണ്ടംപൂര്. ബോഡി അറന്നു പോയടാ. ഓ എന്താണ് അത്, മറ്റേ കൂടോത്ര പ്രതിമ തല അർത്ഥ ലൂഫി എന്നൊക്കെ. ഇത് ഗൈസ്, ഇത് യുദ്ധത്തിൽ ശിരസറ്റ് പോയ ഞങ്ങളുടെ ലൂഫിയാണ്. അതെ, അപ്പം അതിന് പകരമായി പുതിയ ലൂഫി ഞങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ്. നിനക്ക് ലൂഫി, എനിക്ക് അയൺമാൻ. ഓ സലിബ്രോ കൊള്ളാത്ത സാധനം. ഇതാണ് അയൺമാൻ. അവിടെ എന്തോ ഡയറി നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എഴുതുന്ന ആളാണ്. താങ്ക് യു അളിയ. നമുക്ക് ഇനി ഫുഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താലോ? അല്ലല്ല, അത് അൺബോക്സ് ചെയ്യുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് നെക്കിയായിരുന്നു. വന്നു കുഴപ്പമില്ലടാ, നമ്മള് രണ്ട് സൈഡിൽ നിന്നും കൂടെ അറ്റാക്കാണ് അവന് വന്ന്. നമ്മള് ടോണിയുടെ കടയിൽ വന്ന പിന്നെ ടോണിയെ കാണിക്കാതെ പിന്നെ നമുക്ക് ഇതില്ല. ടോണിയുടെ കട ഓൾറെഡി കാണിക്കണം. കണ്ടില്ലെങ്കിലും കട കണ്ടായിരുന്നു. നീ ആദ്യമായിട്ടല്ലേ ഇത്? പുതിയ റീവാംഡ് ടോണി തുറന്നു നോക്കാം. വലിയ ലൂഫിയൊക്കെ എന്താണ് തല അർത്ഥ ലൂഫിയാണോ അത്? തലയുള്ള ലൂഫി. കൊള്ളാം. ഞാൻ ഇവർക്ക് വൺ പീസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട കോൺ ടെമ്പൂര ഇഷ്ടപ്പെട്ടത് അവന്റെ മൈക്ക് ഇരിപ്പുണ്ട്. അതിപ്പോ അവന്റെ സൗണ്ട് ഒക്കെ ആണല്ലേ. ഓ നല്ല ഫ്രഷ് ടെമ്പൂര. ക്രിസ്ത്യൻ ഡിനീറോ. ഈ സാധനം എന്റെ ഫേവറേറ്റ് ആണ്. കോൺ അടിപൊളി ടേസ്റ്റ് കഴിക്കാം. നമുക്ക് കോൺ കരാ, പക്ഷെ കോൺ കരാക ചിക്കൻ കൂടെ കഴിച്ചു നോക്കട്ടെ. ഇതാണ് ചിക്കൻ കരാകെ. ഈ സാധനം ജാപ്പനീസ് ഫ്രൈഡ് ചിക്കനാണ് വന്നത്. ഒരു സോസി മുക്കുന്നു. ചിക്കൻ കരാകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചിട്ടുള്ള സാധനങ്ങളാണ്. എന്നാലും ആ സോസ് എന്തൊരു ഒടുക്കത്തെ ഫ്ലേവർ. ആ ഡിപ്പേ സൂപ്പർ സാധനം. ഒരു മസ്റ്റാർഡിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ഒരു മസ്റ്റാർഡ് ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി. ചിക്കനായിട്ട് നല്ല കോമ്പിനേഷൻ. സോ ഗുഡ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഫ്രൈഡ് ചിക്കൻ. കൊച്ചി കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കരാകെ. സ്പെഷ്യലായിട്ട് ഒരു ബീഫിന്റെ ഒരു പ്ലാറ്റർ തന്നെ. ബീഫ് കർപ്പാച്ചിയോ? ആ ഇത് സൂപ്പറാണ്. ഓ ചിയേഴ്സ് ഗൈസ്. ഈ മറ്റേ അത് അവനെ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചടാ. പച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ട്രഫിൾ എന്തോ ഇട്ടിട്ടുണ്ട്? എല്ലാം ഉണ്ട്. അതിന്റെ പുറത്ത് ഗാർലിക് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ റാമൻ. ഇതൊരു 1.5 റാമൻ ആയിരിക്കണം. ലാസ്റ്റ് ടൈം ഞാൻ കഴിച്ചപ്പോ സൂപ്പർ ആയിരുന്നു. രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതിനാണ് പോർക്ക് ചാഷു. ഇതിന്റെ ഒരു ബ്രോത്ത് വേറെ ലെവൽ സാധനമാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ബ്രോത്ത് എടുത്തിട്ട് ഓ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടാ. ഇവന്റെ റാമൻ ഓൾറെഡി ബെസ്റ്റ് ആണ്. അതിന്റെ കൂടെ അവൻ ബെസ്റ്റിനെക്കാട്ടി വലിയ ബെസ്റ്റ് റാമൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. സൂപ്പർ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആ എനിക്കവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുണ്ടോ ജാപ്പനീസ് ടേസ്റ്റ് അല്ലേ ഗൈസ്? ഒരു പ്ലേറ്റിൽ തിന്നുന്ന യുവമിഥുനങ്ങൾ. അപ്പൊ ഗൈസ് ഞാൻ കഴിച്ചിട്ട് വരാം. സൂപ്പർ ടേസ്റ്റ് ഗൈസ്. ബൈ ഗൈസ്. കോമഡി സീനാണ്. രണ്ടെണ്ണവും കൂടെ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് 7:30 സിനിമയ്ക്ക് ഇവിടെ ഇരിക്കും. ചെറുതായിട്ടൊന്ന് സമയമൊക്കെ ഒന്ന് മാറിപ്പോയി ഗൈസ്. 10:30 സത്യം പറഞ്ഞ അവര് അവതാറിന് ബുക്ക് ചെയ്തതാണ് ഗൈസ്. ഉറപ്പ് തന്നെ. ഒന്നുകൂടെ നോക്കിയോണെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തോ. ബബ്ബ ഓ 7:20 സ്ക്രീൻ ടൈം. ലക്സൊക്കെ എടുത്തിട്ട് സുഖമായിട്ട് കാണാന്ന് വിചാരിച്ചിരുന്നതാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് റാമൻ ഇൻ കേരള നിസ്സംശയം പറയാം. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ മെനുവിലോട്ട് ആഡും ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീവാംഡ് ഇന്റീരിയേഴ്സ് ഒക്കെ ഉണ്ട്. മുകളിലത്തെ ലൈറ്റ് ഒക്കെ ഉണ്ട്. അടിപൊളി. ഇൻ ഹൗസ് എല്ലാം ജാപ്പനീസ് സ്റ്റൈൽ സംഭവം.
ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ്. നൂഡിൽസ് ഒക്കെ അവൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇൻഹൗസ് ഉണ്ടാക്കുന്നതാണ്. കിടിലൻ ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ. ബ്രോത്തിനും മീറ്റിനും എല്ലാത്തിനും മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. കൊച്ചിയിൽ വരെയാണെങ്കിൽ മിക്കവർക്കും അറിഞ്ഞുകൂടാ. സോ ട്രൈ ആയിട്ട് പറയൂ ഗൈസ്, ആൻഡ് ദെൻ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. ബൈ ഗൈസ്. അനങ്ങാൻ വയ്യ, ഒരു രക്ഷയില്ലാതെ. റാമും കിടിലൻ ടേസ്റ്റ്, പക്ഷെ ഫുള്ളായി പോയി. അനങ്ങാൻ വയ്യ, പക്ഷെ കിടിലൻ ടേസ്റ്റ് അല്ലേ, സൂപ്പർ, പെർഫെക്റ്റ്. ആ ഒരു ജാപ്പനീസ് ചീസ് കേക്ക് കൂടെ പറഞ്ഞാലൊന്ന് ആലോചിക്കാം. നമ്മള് ലൈറ്റ് ആയിട്ടൊന്ന് ഡയറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണം ഗൈസ്, ഞാനും വർഷയും. പക്ഷെ ഈ സാധനം വൻകിട, നമ്മള് ഷുഗർ കട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിന്റെ ടേസ്റ്റ് നീ വർഷയുടെ റിയാക്ഷൻ മാത്രം മതി നമുക്ക്. സെറ്റ് സാധനമാണ്, മനസ്സിലായല്ലേ? ആ, ഒരു രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. കാക്കനാടാ മറ്റേ അവിടെ ബിയോണ്ട് ബർഗ്. എടാ ഇത് ജാപ്പനീസ് ചീസ് കേക്ക്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ സ്പോഞ്ച് കേക്ക് പോലെ ഭയങ്കര സോഫ്റ്റ്. എനിക്ക് കണ്ട തട്ടി കണ്ട കുലുങ്ങണണ്ട ഈ സാധനം, ടുക്കു 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 ആണത്. അല്ല, ഇത് ഇവരൊക്കെ ഒന്ന് നോക്കണം കണ്ടിട്ട് എനിക്കൊരു പേടി, അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചേക്കാം. ഇതൊരു രക്ഷയില്ല ഗൈസ്, ഇത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കില്ല. ഈ സാധനം കിട്ടില്ല, ടേസ്റ്റ് ആണ്. ഓർഡർ ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടുവരും. സൂപ്പർ അല്ലേ? ആ കാരമലും ആ ചീസ് കേക്ക് നല്ല. അങ്ങനെ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ സാധനം മസ്റ്റ് ട്രൈ ആണ്. ഇവിടുത്തെ ടോറി പൈത്തൻ റാമനും മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. നമ്മള് ഫുഡൊക്കെ അടിച്ച് ടോണിയുടെ അവിടെ നിന്ന് വീണ്ടും ഇടയ്ക്ക് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഉടനെ ഞാൻ പറഞ്ഞേ അടുപ്പിച്ചാണ് ടോണിയുടെ അവിടെ വന്നത്. അപ്പൊ അങ്ങനെ നമ്മള് സിനിമ മിസ് ചെയ്ത് കപ്പിൾസ് സമയമൊന്നും നോക്കാതെ ഇങ്ങനെ വന്ന് തിന്നാനായിട്ട്. അത് അല്ല, സമയമൊന്നും നോക്കാതെ സിനിമയുടെ സമയം നോക്കാതെ വന്നുണ്ട്. 10:30 എന്ന് പറഞ്ഞിട്ട് 7:30-ക്കുള്ള സിനിമയാണ് ഗൈസ്. അപ്പൊ എന്തായാലും നല്ല കാശും പോയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മള് ഫുഡൊക്കെ അടിച്ച് ഓൾമോസ്റ്റ് ഡൺ. ഫുഡ് അടിച്ചെന്നു. ഈ ഫുഡ് അടിയെന്നുള്ളതാണ് എന്റെ ഫുഡ് അടി എന്നുള്ള പേരാണ്. അപ്പൊ അങ്ങനെ ഗൈസ്, അപ്പൊ കൊച്ചു പിള്ളേരൊക്കെ അങ്ങനെ ഗൈസ്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ലൈറ്റ് കേട്ടാ, ഡിഫ്യൂസ്ഡ് ആയിട്ട് ഗൈസ്, നല്ല കിടിലല്ലേ ഇതാണ്ടാ, സൂപ്പർ. അപ്പം നല്ല അടിപൊളി റാമനും അടിപൊളി ആംബിയൻസും. അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനി ബാക്കി നാളെ. രണ്ടാമത്തെ ഔട്ടർ ടാറ്റ എല്ലാം.